ഹലോ ഗുഡ് മോർണിംഗ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. മക്കളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ അത് നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്ങും അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞൊരു 12 മണിയോടുകൂടി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഗ്രീൻ അൽഫാം മന്തിയാണ് കേട്ടോ. നമ്മളുടെ ഫദ്വാസ് കിച്ചൺ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ അതൊന്ന്. അപ്പോൾ ചിക്കൻ ഞാൻ ഫ്രഷ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് ദേര മാർക്കറ്റിൽ നിന്ന് ഉള്ളൊരു ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ അവരെയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അത് വരാൻ തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒക്കെയാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യം അൽഫാം മന്തിക്ക് കുറച്ച് വിനീഗറും തൈരും ഉപ്പും നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറോളം ചിക്കൻ അങ്ങനെ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ്. മിനിമം 1 അവറെങ്കിലും വെക്കണം. ചിക്കൻ നല്ലപോലെ സോഫ്റ്റനാകാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ പേജിൽ കാണുന്ന ഈ പൗഡേഴ്സ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 അവർ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിനീഗർ തീർന്നു പോയി. അപ്പോൾ ഞാനത് ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു പേസ്റ്റ് ആവശ്യമുണ്ട്. മല്ലിയില, പുതിനയില, ജിഞ്ചർ, ഗാർലിക്, ഒണിയൻ, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ പേസ്റ്റായിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൗഡറില്ലേ അതിലേക്ക് ഈ അരച്ച മസാലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 1 അവർ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു അരിപ്പയിലേക്ക് മാറ്റുക. വെള്ളം പോയതിന് ശേഷം നമ്മളുടെ ഈ ഗ്രീൻ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊരു 1 അവർ വെക്കുക. ഓവർനൈറ്റാണ് വെക്കേണ്ടത്. പക്ഷേ നമുക്ക് ചിക്കൻ ഇപ്പോൾ വന്നത് ഇപ്പോഴാണ്. പിന്നെ ഇപ്പം തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഫ്രൈഡേ ഞാൻ എന്തെങ്കിലും ആക്കുമ്പോൾ സ്പെഷ്യലാക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് മക്കൾ അതിൻ്റെ ഇടയിൽ പള്ളിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുളിയും റെഡിയാവലൊക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടികൾ പോയി. എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കണം. ഓയിൽ അത്യാവശ്യം ഉണ്ടെങ്കിലേ മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് എല്ലാ സ്പൈസസും, ഒരു ഡ്രൈ ലെമൺ, അതുപോലെ ഒണിയൻ, ഒരു ഹാഫ് ക്യാപ്സിക്കം എൻ്റെ അടുത്തൊരു യെല്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് അറബിക് മസാല, ഏത് വേണമെങ്കിലും ആവാം. മന്തി മസാല, അറബിക് മസാല ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനുശേഷം ബസ്മതി റൈസാണ് എടുത്തത്. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അതിന് 6 കപ്പ് വെള്ളം, ഡബിളായിട്ടുള്ള വെള്ളം തന്നെ. ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഞാൻ ബസ്മതി യൂസ് ചെയ്യാറ്. വെള്ളം നല്ലോണം കെറ്റിൽ തിളപ്പിച്ചിട്ട് അതൊഴിച്ച് പിന്നെ കഴുകി വെച്ചിരുന്ന അരി ഇടുക. അരി ഒരു കാരണവശാലും നമ്മൾ സോക്ക് ചെയ്യരുത്. കാരണം നമ്മളൊരു 50 മിനിറ്റ് ഇത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അരി ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 തവണയായിട്ട് ഫോയിൽ പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അതിൻ്റെ മുകളിൽ വെക്കണം. 2 ഫോയിൽ പേപ്പർ വെച്ചിട്ടില്ലെങ്കിൽ വെയിറ്റ് ബാലൻസ് ആവില്ല. ചിക്കൻ മുകളിലിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ 2 എണ്ണം വെക്കുന്നത്. നല്ല ഹോൾസ് വെച്ചതിന് ശേഷം ഹോൾസ് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചിക്കൻ വെക്കുക. ഏറ്റവും മുകളിൽ ഒന്നും കൂടി ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് ക്ലോസ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ, വളരെ സിമ്മിൽ അല്ല, ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 50 മിനിറ്റ് നമ്മളത് വേവിച്ചെടുക്കണം. കാരണം ചിക്കനും നമ്മൾ വേവിച്ചിട്ടില്ല, റൈസും വേവിച്ചിട്ടില്ല. ബസ്മതി റൈസ് ഒരു കാരണവശാലും ഇതിൽ സോക്ക് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ കുഴഞ്ഞു പോവും. ഡയറക്റ്റ് തന്നെ കഴുകി അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. മക്കൾ പള്ളിയിൽ നിന്ന് വന്ന് ആ ഒരു 50 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാവുന്നത് വരെ അവർക്ക് എക്സാം നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇരുത്തണ്ടേ. അപ്പോൾ കുട്ടികൾക്ക് ഓരോ വർക്കൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയേക്കാണ്. ചെറിയ ആൾ അവിടെ നിന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേനും 2 മണി 2:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇത് നോക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മസാല അങ്ങനെ തന്നെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൽ തിരിച്ച് മറിച്ചിട്ടൊന്ന് നമുക്കൊന്ന് അടിപൊളി കളറാക്കി എടുക്കാം.
വെന്തിട്ടൊക്കെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റൈസും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലെ ഹോളൊന്ന് വലുതാക്കിയിട്ട് ചിക്കൻ്റെ മസാല അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക, കളയാതെ. അങ്ങനെ റൈസ് കണ്ടത് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റൈസാണ്. ചിക്കൻ്റെ കളറ് നമ്മളൊന്ന് ജസ്റ്റ് മാറ്റിയെടുക്കണം, അപ്പോഴാണ് ഒരു മന്തിയുടെ ആ ഒരു ടെക്സ്ചറും കളറും ഭംഗിയൊക്കെ കിട്ടണമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ മന്തി എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേഗം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് വന്ന് എല്ലാവരും വിശന്നിരിക്കുകയാണ്, ഇവിടെ ഇല്ല, നാട്ടിലാണ്. അപ്പോൾ നമുക്ക് വിളമ്പാം. ചെറിയ ആൾക്ക് കുറച്ചൊരു എരിവ് പ്രശ്നം ഉണ്ടായിരുന്നു, ബാക്കി നമ്മൾക്കെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളുടെ ഫദ്വാസ് കിച്ചണിൽ പേജിൽ കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്തതിന് ഇതിന് പറ്റിയൊരു കോംബോ ചട്നി ആയിരുന്നു കേട്ടോ. മല്ലിയിലയും പുതിനയില, ഗാർലിക്ക്, തൈര് ഒഴിച്ചിട്ട് ഉപ്പും നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തിക്നെസ് കുറവായതുകൊണ്ട് കുറച്ച് കേടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുകയും ചെയ്തു. മല്ലിയില കുറവും പുതിനയില കൂടുതലും ആയിരിക്കണം. മിൻറ്റിൻ്റെ ടേസ്റ്റാണ് ആ ചട്നിക്ക്, അതാണ് അതിനൊരു ബെസ്റ്റ് കോംബോ ചട്നി. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം, മയണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് അതിൽ കണ്ട ഒരു ചട്നി. അപ്പോൾ അതും അടിപൊളി കോംബോ ആയിരുന്നു. അപ്പോൾ ഞാൻ 2 മക്കൾക്കും എനിക്കും കൂടി ഒരു പ്ലേറ്റും പിന്നെ ഹംദാന് വേറൊരു പ്ലേറ്റിൽ, അങ്ങനെയാണ് വിളമ്പുന്നത്. അത്രയും പാത്രം കുറഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ എഗെയിൻ പഠിക്കാനിരിക്കുന്നു. അപ്പോൾ ഞാനും കുറച്ച് നേരം മക്കളുടെ കൂടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാസിമിന് ഒരു സോക്സ് കിട്ടിയിട്ടാണ് അവിടെ കിടന്നത്. അപ്പോൾ ആ സോക്സ് ഇടാൻ വേണ്ടിയിട്ട് മൂപ്പർ ഒരു 10-15 മിനിറ്റോളം ആ സോക്സുമായിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. മൂപ്പർക്ക് എന്ത് ചെയ്ത് ഇടാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ട്രൈ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ, ടി വി കാണലും കുറച്ച് കുറഞ്ഞു കിട്ടും, കുറച്ച് അടങ്ങി എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. പിന്നെ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു, അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് സ്ട്രോബെറി ഇടാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു സ്വീറ്റൊക്കെ കഴിക്കണമല്ലോ. പക്ഷേ ഞാൻ മൈക്രോവേവ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് ചോക്ലേറ്റ് ബേൺ ചെയ്തു പോയി. എന്താണെന്നറിയില്ല, ഞാൻ 2 മിനിറ്റ് ആണ് ചൂടാക്കി എടുത്തത്. എന്നാലും ചോക്ലേറ്റ് ആയതുകൊണ്ട് മക്കൾക്കൊന്നും അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതിലേക്ക് സ്ട്രോബെറിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങാൻ കരുതി. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഒന്നൊരു ടീ പാർട്ടി ആയിട്ട്, ഒന്നുമില്ല, ഈവനിങ് പുറത്തേക്ക് ഇറങ്ങും, കുറച്ച് നേരം പാർക്കിലിരിക്കും, ഒന്ന് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കും. അപ്പോൾ കുഞ്ഞിനെ ഞാനൊന്ന് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ആൾ ഓൾറെഡി റെഡി ആയതാണ്. പിന്നെ ആളൊരു ടീഷർട്ട് എടുത്ത് അതൊരു പാൻറ്റാണെന്നും പറഞ്ഞിട്ട് പാൻറ്റിൻ്റെ മുകളിൽ കൂടെ ആൾ ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഞാനും ഹംദാനും ഹാറൂനും കൂടി ചിരിയായിരുന്നു. ഹംദാന് അപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, അപ്പോൾ അവൻ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഹാസിമും ഹാറൂനും കൂടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഹാറൂൻ്റെ ഫുട്ബോൾ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവും കേട്ടോ. ഒരു ഫുട്ബോൾ വാങ്ങിയാൽ ഒരാഴ്ചത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കൊരു ഫുട്ബോൾ വേണം. പിന്നെ കുഞ്ഞിൻ്റെ കാറാണെങ്കിൽ ആൾ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ എടുത്തിടുമല്ലോ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകട്ടെ. അപ്പോൾ ആൾക്കൊരു കാറും വാങ്ങിക്കണം. അപ്പോൾ ആളുടെ ഷൂവിൽ ലൈറ്റ് കത്തുന്ന ഷൂ ആണ് കേട്ടോ. അപ്പോൾ നടക്കണ വഴിക്ക് മൂപ്പര് ഇങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അന്ന് ഗ്രാൻഡിലേക്കും പോകുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് ഒരു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യണേ. ഇടയ്ക്ക് ലുലുവിൽ പോയി ഒരുമിച്ച് അങ്ങനെ വാങ്ങിക്കലാണ്. അപ്പോൾ ഫുട്ബോൾ കിട്ടിയിട്ടുണ്ട്. ഹാറൂൻ താഴെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ഉമ്മി വാങ്ങിയിട്ട് ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാസിമിന് കാർ സെക്ഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആൾക്കൊരു യെല്ലോ കാറും ഒരു ഗ്രീൻ കാറും ഇഷ്ടമായി. അപ്പോൾ രണ്ടും വേണം എന്നും പറഞ്ഞങ്ങനെ എടുത്ത്, അങ്ങനെ അവർ പറ്റില്ല ഒരെണ്ണം മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ പിടിവലികൾക്കൊടുവിൽ ഒരെണ്ണത്തിൽ അങ്ങനെ ഉറപ്പിച്ചു. ആൾ ഒന്ന് ഓടിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. ആ കാറായിട്ട് അങ്ങനെ നടന്നോളൂ. പക്ഷെ താഴേക്ക് എറിഞ്ഞിടുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കാറിൻ്റെ ബില്ലടിക്കാൻ പോലും മൂപ്പര് സമ്മതിച്ചില്ല കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. ഇനി അതും കൊണ്ട് ദിവസങ്ങളിങ്ങനെ നടക്കും, ഉറങ്ങുന്ന സമയത്തും ആ കാറ് കയ്യിൽ വേണം കേട്ടോ. അപ്പോൾ ഹാറും ഫുട്ബോൾ കിട്ടി ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്.
അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർ സ്ക്വയർ, ഞങ്ങളുടെ തട്ടകം. അപ്പോൾ ഞാൻ നേരത്തെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് 2 പേരുണ്ടായിരുന്നു, അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ചായയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചായയും പിന്നെ 2 ഉന്നക്കായ പറഞ്ഞു, പിന്നെ ചെമ്മീനുണ്ട ഉണ്ടായിരുന്നു, ഇറച്ചിപ്പത്തിരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്രണ്ടും അവളുടെ 2 മക്കളും എല്ലാവരും കൂടി വന്നു. ഒരു മണിക്കൂറൊക്കെ ഇരുന്നു, 1.5 മണിക്കൂറോളം കത്തിയടിച്ചു. പെണ്ണുങ്ങൾ കൂടുമ്പോൾ പറയാൻ ഇഷ്ടംപോലെ കഥകളുണ്ടല്ലോ. അങ്ങനെ അപ്പോഴത്തേനും ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഫ്രൈഡേ വിശേഷങ്ങൾ. റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.